Dear students, welcome to SS Physics Tips. കൊച്ചിൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന കാറ്റ് എൻട്രൻസ് എക്സാമിന്റെ 2021 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. കാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എസ്പെഷ്യലി ബിടെക് കോഴ്സുകളിലേക്കും 5 ഇയർ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളിലേക്കും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്പെഷ്യൽ കോഴ്സസ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ബിടെക് ഷിപ്പ് ബിൽഡിംഗ്, നേവൽ ആർക്കിടെക്ചർ, അതേപോലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കോഴ്സസ് അതിനോട് അനുബന്ധിച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ഉൾപ്പെടെയുള്ള കോഴ്സസും ലഭ്യമാകുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള എൻട്രി ഈ കാറ്റ് എൻട്രൻസ് എക്സാമിലൂടെയാണ്. ആ എക്സാമിന്റെ പാറ്റേണെ പറ്റി നമ്മൾ ഒന്ന് അനലൈസ് ചെയ്താൽ ഓർക്കുക, ഓൺലൈൻ കമ്പ്യൂട്ടർ മോഡും വഴിയുള്ള എക്സാമിനേഷനിൽ ഫിസിക്സിൽ നിന്ന് 75 ക്വസ്റ്റ്യൻസും കെമിസ്ട്രി 50 ആൻഡ് മാത്തമാറ്റിക്സ് 125 ടുഗദർ 250 ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് ചോദിക്കുക. സോ ഫോർ എ മാർക്സ് ഓഫ് 750, ഓരോ ശരി ഉത്തരത്തിനും 3 മാർക്സ് വെച്ച്, അതോടൊപ്പം മൈനസ് മാർക്കിംഗ് ഉണ്ടെന്നുള്ള കാര്യം ഓർക്കുക. ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ്. അതിലെ ആദ്യ പാർട്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1, the density of a material in the form of a cube is measured using its dimensions and mass. If the error in the measurement of length and mass is 0.6% and 1.2% respectively, the maximum error in calculation of density. നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാവുന്ന കാര്യം, ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ഡിവിഷൻ ബൈ വോളിയമാണ്. വോളിയം എന്ന് പറയുന്നത് ഒരു ക്യൂബിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സൈഡ് ക്യൂബായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ നമ്മുടെ പെർസെൻറ്റേജ് എറർ ഇൻ ഡെൻസിറ്റി കണ്ടുപിടിക്കാം? അവിടെ നിങ്ങളുടെ മനസ്സിലേക്ക് ശ്രദ്ധയോടെ ഓർത്തിരിക്കേണ്ട 2 പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. എറർ കോമ്പിനേഷൻ വരുമ്പോൾ സപ്പോസ് നമ്മളുടെ ഫങ്ഷൻ എന്ന് പറയുന്നത് അഡിഷനോ അതോടൊപ്പം സബ്ട്രാക്ഷനോ ആണ് വരുന്നതെങ്കിൽ, ഈ ഒരു തരത്തിലുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ അവിടെ എറർ കാൽക്കുലേറ്റ് ചെയ്യുവാൻ നിയമം പറയുന്നത് നമ്മുടെ അബ്സല്യൂട്ട് എറർ ആണ്. ദി അബ്സല്യൂട്ട് എറർ ഇസഡ് എന്ന് പറയുന്നത് ഈ 2 ആൾജിബ്രൈക് ഓപ്പറേഷൻസ് നടത്തുമ്പോഴും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള നമ്മുടെ അബ്സല്യൂട്ട് എറേഴ്സ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ആഡ് ചെയ്യാം. ദാറ്റ് മീൻസ് ഇൻ അഡിഷൻ ഓർ സബ്ട്രാക്ഷൻ ഈച്ച് അബ്സല്യൂട്ട് എറേഴ്സ് ഓഫ് ദ പാരാമീറ്റേഴ്സ് ആർ ആഡഡ് ടുഗദർ. പക്ഷെ അതേ സമയത്ത് സപ്പോസ് വി ആർ കൺസിഡറിങ് the multiplication or division process z is equal to x by y എന്നോ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സ് വൈയോ ആണ് വരുന്നതെങ്കിൽ അവിടുത്തെ നിയമം പറയുന്നത് we have to start with the fractional errors. We have to add the individual fractional errors together. That means delta z by z എന്ന് പറയുന്നത് we can say is equal to delta x by x plus delta y by y. വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ്, കീപ് ഇൻ മൈൻഡ്. വീണ്ടും ഇവിടെ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പവർ വരുന്ന സമയത്താണ്. സപ്പോസ് ഇവിടെ നമുക്കുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആണെങ്കിൽ സ്വാഭാവികപരമായിട്ടും അതിനെ എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് ഇൻറ്റു എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലിക്കേഷന്റെ അതേ എഫക്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഡെൽറ്റ ഇസഡ് ബൈ ഇസഡ് എന്ന് പറയുന്നത് എൻ ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ എക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതാണ് നമ്മളുടെ ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഗ്രേഡിയൻസിന്റെ പെർസെൻറ്റേജ് എറർ ആണ്. അപ്പൊ ഇവിടെ ഡിവിഷൻ ആണ് പ്രോസസ് ആയതുകൊണ്ട് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഫ്രാക്ഷണൽ എറേഴ്സ് ആണ് നമുക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുക. സോ ഡെൽറ്റ റോ ബൈ റോ എന്ന് പറയുന്നത് ഡെൽറ്റ എം ബൈ എം പ്ലസ് ദാറ്റ് 3 ഇൻറ്റു ഡെൽറ്റ എ ബൈ എ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ അതിന്റെ പെർസെൻറ്റേജ് എറർ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുമ്പോൾ we have to multiply the each term with 100%. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്ന് നോക്കൂ.
പെർസെൻറ്റേജ് എറർ ഇൻ മാസ് എന്ന് പറയുന്നത് 1.2% ആയിട്ടാണ് തന്നിരിക്കുക. അതോടൊപ്പം പെർസെൻറ്റേജ് എറർ ഇൻ മാസ് എന്ന് പറയുന്നത് 0.6%. So that is equal to 1.2% plus that 1.8%, and you get the answer as is equal to exactly 3%. So A as the answer. അപ്പോൾ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുക. The second one, if m is a mass of a body and E its kinetic energy, then it's a linear momentum. സോ നമുക്ക് ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത് നമ്മുടെ മെക്കാനിക്സിൽ നമുക്കറിയാം, the mass into the velocity of the body. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എക്സാക്ട്ലി if it moves with the velocity, we can say half m into v square. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലിങ്ക് എന്ന് പറയുന്നത് മൊമെന്റവും കൈനറ്റിക് എനർജിയും തമ്മിലാണ്. സോ ആ ഒരു ലിങ്ക് കിട്ടാൻ വേണ്ടി ഇഫ് യു ജസ്റ്റ് മൾട്ടിപ്ലൈ ആൻഡ് ഡിവൈഡ്, ഒരു മാസ് കൊണ്ട് ന്യൂമറേറ്ററും നമ്മുടെ ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ we can write it to be the numerator as momentum square division by 2m. അതാണ് നമ്മുടെ കൈനറ്റിക് എനർജി ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ പി സ്ക്വയർ എന്ന് പറയുന്നത് 2m into e ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. സോ therefore the momentum take the value as is equal to root 2m into e. So that is a very important concept there. So here the momentum we can find it to be the fourth option as a root 2m into e. So that is a very important ayattulla concept. Look the third question, another very important question. The separation between carbon and oxygen in carbon monoxide molecule is 0.12 nanometer. What is the distance of the center of mass from the carbon atom? അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സെന്റർ ഓഫ് മാസ് ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം എങ്ങനെ കണ്ടുപിടിക്കാമെന്നുള്ളത് നമ്മളൊന്ന് ഓർക്കുക. ഇപ്പൊ നമുക്ക് ഒരു അസംഷൻ ആയിട്ട് നമുക്ക് എടുത്താൽ M1 M2 എന്ന് പറയുന്ന രണ്ട് മാസുകൾ, അവ തമ്മിൽ ഒരു R സെപ്പറേഷൻ ആണ്. അപ്പോൾ നമുക്ക് M1 എന്ന് പറയുന്ന മാസ് നമ്മുടെ ഒറിജിൻ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ഈ രണ്ട് പാർട്ടിക്കിളും എക്സ് ആക്സിസിൽ ആയതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് ഫോർമുല പറയാം, m1x1 പ്ലസ് m2x2 ഡിവിഷൻ ബൈ m1 പ്ലസ് m2 എന്നുള്ള കാര്യം. അപ്പൊ അതിൽ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആക്സിസിൽ നമ്മുടെ ഒറിജിൻ ആയതുകൊണ്ട് നമുക്ക് വി ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് 0, ആൻഡ് ഫോർ ദ സെക്കൻഡ് വൺ ഇറ്റ് ഈസ് r ഗ്യാപ്പിലാണ് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ്. ദ ഡിവിഷൻ ബൈ m1 പ്ലസ് m2. അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ ഓഫ് ദ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ദ സെക്കൻഡ് മാസ് ഡിവിഷൻ ബൈ ദ ടോട്ടൽ മാസ് ഇൻ ടു ദ ടോട്ടൽ സെപ്പറേഷൻ. അത് ഓർക്കുക, വളരെ പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് ആണ് ഫോർ ദിസ് പ്രോബ്ലം. അതേപടി നമുക്ക് ഇപ്പൊ M2 ബേസ് ചെയ്താണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ M2 വരെ M1 ആയി മാറുമെന്നുള്ള ഒരു വ്യത്യാസം ഓർത്തിരിക്കുക. അപ്പൊ ഇവിടെ മാസ് ഓഫ് ദ സെക്കൻഡ് എന്ന് പറയുന്നത് നമ്മുടെ മാസ് ഓഫ് ദ ഓക്സിജൻ ആറ്റം ബൈ the mass of the carbon atom plus oxygen into the separation, as here it is 0.12 nanometer. Mass of the oxygen in gramilana nammal ezhudunnadengil, so we can say that 16, that division by as 12 plus 16 into that 0.12 that much nanometer. On solving you get the answer as 0.068 nanometer. That means our second option is the answer. So we can move to the fourth question. In Young's double slit experiment, let S1 and S2 be the two slits and C be the center of the screen. If angle S1C S2 is equal to theta, then lambda is the wavelength, then the fringe width will be. അപ്പോൾ നമുക്ക് വ്യക്തതയോടെ നമുക്ക് അറിയാവുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്രിഞ്ച് വിഡ്ത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിച്ചാൽ, അപ്പോൾ ഇതാണ് നമ്മുടെ സെൻട്രൽ ബ്രൈറ്റ് ഫ്രിഞ്ച് എന്നിരിക്കട്ടെ. അപ്പൊ ഇതെന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ആണ്, ഇത് ഫസ്റ്റ് സെക്കൻഡറി മാക്സിമം ആണ്, ഇതാണ് നമ്മുടെ സെൻട്രൽ മാക്സിമം. സാധാരണ രൂപത്തിൽ ഫ്രിഞ്ച് വിഡ്ത്ത് എന്ന് പറയുന്നത് രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ബ്രൈറ്റ് ഫ്രിഞ്ചസ് തമ്മിലോ
അല്ലെങ്കിൽ രണ്ട് അഡ്ജസന്റ് ആയിട്ടുള്ള ഡാർക്ക് ഫ്രിഞ്ചസ് തമ്മിലുള്ള അകലമാണ് നമ്മൾ സാധാരണ ഫ്രിഞ്ച് വിട്ടായിട്ട് പറയാം. ദാറ്റ് ഈസ് ലാംഡ ക്യാപിറ്റൽ ഡി ഡിവിഷൻ ബൈ സ്മോൾ ഡി എന്ന് നമുക്ക് പറയാം. അപ്പൊ അവിടെ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്, ഇവിടെ നമ്മുടെ ഫിഗറായിട്ട് നമുക്ക് വരയ്ക്കേണ്ടത് നമ്മുടെ രണ്ട് സ്ലിറ്റ്സുകൾ, അവ തമ്മിലുള്ള സെപ്പറേഷൻ സാധാരണ നമ്മൾ ഡി യു ആയിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. ഇതാണ് നമ്മുടെ സ്ക്രീൻ ആയിട്ട്, അത് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്ന ഒരു സെപ്പറേഷൻ അകലെയാണെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, അത് അവന്റെ സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ലേബിൾഡ് ആസ് ഈക്വൽ ടു തീറ്റ. നോർമൽ സെൻസിൽ നമുക്കറിയാം തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ഡിവിഷൻ ബൈ റേഡിയസ് എന്നുള്ള കോൺസെപ്റ്റിൽ എടുക്കാം. സോ തീറ്റ ഈക്വൽ ടു സ്മോൾ ഡി ഡിവിഷൻ ബൈ ക്യാപിറ്റൽ ഡി. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഫ്രിഞ്ച് വിഡ്ത്? സോ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ഡി എന്ന് പറയുന്നത് എക്സാക്ട്ലി 1 തീറ്റ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ബീറ്റ ഈസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു 1 തീറ്റ, ദാറ്റ് ഈസ് ലാംഡ ബൈ തീറ്റ. സോ ദാറ്റ് ഈസ് എ ആസ് ദി ഓപ്ഷൻ. അപ്പൊ വളരെ കൃത്യതയോടെ തിയറി അറിയാമെന്നുള്ള സ്റ്റുഡൻസിന് മാത്രമേ അത് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക. ഫോർ എ സീരീസ് ആർ എൽ സി സർക്യൂട്ട്, ഒരു ഇൻഡക്ടർ, capacitance, resistor circuit with the voltage of amplitude Vm and frequency omega 0 1 by root LC, the current exhibit resonance. What is the quality factor? Resonance conditionുമായിട്ട് ബന്ധപ്പെട്ട quality factor എന്ന് പറയുന്നത് potential across the inductor or the capacitor division by the potential across the resistance. അപ്പൊ നമുക്ക് സ്വാഭാവികപരമായിട്ട് പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ ആണെങ്കിൽ കറണ്ട് ഇൻറ്റു അവിടുത്തെ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡിവിഷൻ ബൈ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. എക്സ് എൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഒമേഗ എൽ ഡിവിഷൻ ബൈ ആർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അത് ഇൻഡക്റ്റൻസ് കൺസിഡർ ചെയ്താൽ, അതിനു പകരം കപ്പാസിറ്റൻസ് ആണ് നിങ്ങളുടെ മുന്നിലുള്ളതെങ്കിൽ ഓർത്തിരിക്കുക വി സി എന്ന് പറയുന്നത് 1 ഒമേഗ സി എന്നുള്ള കാര്യവും ഓർക്കുക. സോ ഇവിടെ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. സോ ദ ക്വാളിറ്റി ഫാക്ടർ, ദ പീക്ക്നെസ് ഓഫ് ദ ക്വാളിറ്റി കർവ്, റെസൊണൻസ് കർവ്, സോ അത് മാക്സിമം ആകുന്ന കണ്ടീഷനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചത്. ദാറ്റ് ഈസ് ദ ക്വാളിറ്റി ഫാക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. സോ വി ക്യാൻ മൂവ് വിത്ത് ദ നെക്സ്റ്റ് കോൺസെപ്റ്റ്. ആൻഡ് ബിഫോർ ദാറ്റ്, I am Samson SS, a teacher for physics for last 21 years. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമുകളായ എസ്പെഷ്യലി നീറ്റ്, കീം, കുസാറ്റ്, ജെഇ മെയിൻ എൻട്രൻസ് എക്സാമുകൾക്ക് സപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഡോക്യുമെന്റ്സുകളുള്ള ചാനലാണ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും. ചാപ്റ്റർ വൈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് എസ്പെഷ്യലി നമ്മുടെ കീം കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും നീറ്റ് എൻട്രൻസ് എക്സാമിനും ഉള്ള കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ടു ക്രാക്ക് ഈസിലി ദി കോമ്പറ്റേറ്റീവ് എക്സാംസ്. സോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും. SS ഫിസിക്സ് ക്ലാസ്സസ്, ഫിസിക്സ് പഠിപ്പിക്കുന്ന ക്രാഷ് കോഴ്സ്, അതോടൊപ്പം ലോങ് ടൈം ബാച്ചസ്, റിപ്പീറ്റേഴ്സ് ബാച്ച് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. എസ്പെഷ്യലി ഫോർ ഫിസിക്സ്, നിങ്ങൾക്ക് ഫിസിക്സിൽ നല്ല സ്കോർ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ, യു ക്യാൻ കോൺടാക്ട് ദ ഫോൺ നമ്പർ. സോ വി ക്യാൻ ഗോ വിത്ത് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The half-life of 250 AT is 100 microsecond. The time taken for the radioactivity decay of a sample of AT to 1/16th of its initial value. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട റിലേഷൻ എന്ന് പറയുന്നത് n is equal to n0 into 1/2 the whole raised to n. അപ്പൊ ഇത് ഇനിഷ്യലി ഉള്ള നമ്പർ ഓഫ് പാർട്ടിക്കിളും ഇപ്പോഴുള്ള നമ്പർ ഓഫ് പാർട്ടിക്കിൾസും നമുക്ക് കൺസിഡർ ചെയ്യാം. സ്മോൾ n എന്ന് പറയുന്നത് സാധാരണ നമ്പർ ഓഫ് ഹാഫ് ലൈഫ്സ് ആണ്. ടോട്ടൽ ടൈം ടേക്കുന്നത് t ആണെങ്കിൽ t/t ഹാഫ് ആണ്.
നമ്മുടെ സ്മോൾ എൻ എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത്. സോ സ്മോൾ എൻ ഈസ് ഈക്വൽ ടു സ്മോൾ ടി ഡിവിഷൻ ബൈ ടി ഹാഫ്. അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഫ്രാക്ഷൻ ആണ് ഇനിഷ്യൽ വാല്യൂവിലേക്ക് മാറേണ്ടത്? സോ ദാറ്റ് ഈസ് ഗിവൻ ആസ് 1/16. സോ ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് n/n0 എന്ന് പറയുന്നതാണ് 1/16 ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 1/2 റൈസ് ടു n. ഈ 1/16 എന്ന് പറയുമ്പോൾ വി ക്യാൻ റൈറ്റ് ടു ബി ആസ് 1/2 റൈസ് ടു 4. So that is equal to 1/2 raised to n. That means n is equal to 4. That is equal to t by t half is small t. അതാണ് 4. അപ്പോൾ സ്മോൾ ടി എന്ന് പറയുന്നത് നമ്മുടെ ടി ഹാഫ് ഇൻറ്റു 4 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ 100 മൈക്രോസെക്കൻഡ് ഇൻറ്റു 4 ആൻഡ് യു get the answer as 400 microsecond. That means the first choice as the answer. The shortest wavelength of X-rays emitted from an X-ray tube depends upon. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു ഹൈ ആറ്റമിക് നമ്പർ ഉള്ള ടാർഗറ്റിലേക്ക് ഹൈ എനർജറ്റിക് ആയിട്ടുള്ള ഇലക്ട്രോൺ ബീം പ്രൊജക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇനിഷ്യൽ സെറ്റപ്പ് എന്ന് പറയാം. ആ ഇലക്ട്രോൺ ബീമിന് വേണ്ട എനർജി, കൈനറ്റിക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴും ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ അതാണ് റെസ്പോൺസിബിൾ ആയിട്ട് മാറുന്നത് കൊണ്ട് സാധാരണ നമ്മുടെ ഒരു ന്യൂക്ലിയസിന്റെ ഏറ്റവും ഇന്നർ മോസ്റ്റ് ആയിട്ടുള്ള അതിലെ ഇലക്ട്രോണുകളെ ഹൈ എനർജറ്റിക് ഇലക്ട്രോൺ ബീം വെച്ച് നോക്കൗട്ട് ആക്കി വേക്കൻസി ഉണ്ടാക്കിയിട്ട് ഹൈ വാലൻസി ഉള്ള ഇലക്ട്രോൺസ് താഴോട്ട് ചാടി വരുമ്പോൾ ഉള്ള എക്സ്ട്രാ എനർജിയാണ് എക്സ്റേസ് ആയിട്ട് പുറത്തേക്ക് വരിക. അപ്പോൾ അതിന്റെ നോക്കൗട്ട് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഹൈ എനർജറ്റിക് ബീം ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതിന് റെസ്പോൺസിബിൾ ആകുന്നത് വോൾട്ടേജ് ആണ്. സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്. അതുകൊണ്ട് നമുക്ക് ബി ചോയ്സ് ആൻസർ ആയിട്ട് നമുക്ക് കൊടുക്കാം. The electromagnetic waves detected using thermopiles. Thermopiles എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറ്റ് റേഡിയേഷൻ ഇന്റൻസിറ്റി സെൻസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ട് നമുക്ക് എടുക്കാം. ആൻഡ് യൂസ്ഡ് ഇൻ ഫിസിയോതെറാപ്പി. അപ്പൊ ഇതെല്ലാം നമുക്ക് റെസ്പോൺസിബിൾ ആകുന്നത് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ദാറ്റ് ഇൻഫ്രാറെഡ് റേഡിയേഷൻസ് എന്നുള്ളത്. സാധാരണ എക്സ്റേസ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്ട്രക്ചർ വളരെ കൃത്യമായിട്ട് റേഡിയോഗ്രഫി അതിനെല്ലാം യൂസ് ചെയ്യുമ്പോൾ, ഗാമ റേസ് എന്ന് പറയുന്നത് ക്യാൻസർ ട്രീറ്റ്മെന്റിനും മോസ്റ്റ് പെനട്രേറ്റിംഗ് പവർ ഉള്ള റേസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അൾട്രാവയലറ്റ് റേഡിയേഷൻസ് നമ്മുടെ ഫുഡ് പ്രിസർവേഷൻ ഒക്കെ ഉപയോഗിക്കുന്ന, അതോടൊപ്പം ദ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള റേഡിയേഷൻ ആണെന്നുള്ള കോൺസെപ്റ്റ് എല്ലാം നമുക്കറിയാം. സോ ഹിയർ ദ ആൻസർ ഈസ് ഡി ചോയ്സ്. If the wavelength of an electromagnetic wave is about the diameter of an apple in the region of radiation, അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഇവിടെ എക്സ്റേസ്, അൾട്രാവയലറ്റ്, ഇൻഫ്രാറെഡ്, മൈക്രോവേവ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്നുള്ള കോൺസെപ്റ്റ് ആണ്. അപ്പോൾ ഇവയുടെ വേവ് ലെങ്ത് വളരെ വ്യക്തതയോടെ അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അവയുടെ ഓർഡറിലുള്ള വേവ് ലെങ്ത് അറിയാനുള്ള മാർഗം എന്ന് പറയുന്നത് ഓർമ്മയിരിക്കട്ടെ. നമ്മുടെ ഗാമ റേസ്, എക്സ് റേസ്, അൾട്രാവയലറ്റ്, വിസിബിൾ, ഇൻഫ്രാറെഡ്, മൈക്രോ ആൻഡ് റേഡിയോ. അപ്പൊ അതിനെ ഗാറ്റ്സ് വിമർ എന്ന് പറയുന്ന എളുപ്പ പേരിൽ നിങ്ങൾക്ക് അത് ഓർത്തിരിക്കുകയും ചെയ്യാം. സാധാരണ ലെസ് ദാൻ 10⁻³ നാനോമീറ്ററിലുള്ള വേവ് ലെങ്താണ് ഗാമ റേസിന് വരുന്നതെങ്കിൽ എക്സ് റേസിന് വരുമ്പോൾ അത് 10⁻³ നാനോമീറ്റർ തുടങ്ങി 10 നാനോമീറ്റർ വരെയുള്ളതാണ്. പക്ഷെ അത് അൾട്രാവയലറ്റിലേക്ക് വരുമ്പോൾ 10 നാനോമീറ്റർ തുടങ്ങി 400 നാനോമീറ്റർ വരെയുള്ളതാണ് അൾട്രാവയലറ്റിനെങ്കിൽ, വിസിബിൾ റേസ് വരുമ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് 400 നാനോമീറ്റർ തുടങ്ങി 700 നാനോമീറ്റർ വരെയാണ്. നമ്മുടെ ഇൻഫ്രാറെഡ് വരുമ്പോൾ അത് 700 നാനോമീറ്റർ തുടങ്ങിയിട്ട് 0.1 മില്ലിമീറ്റർ വരെയാണ്. മൈക്രോവേവ്സ് വരുമ്പോൾ 1 മില്ലിമീറ്റർ തുടങ്ങി 0.1 മീറ്റർ വരെ നിൽക്കുന്നതാണ് മൈക്രോവേവ്സ് എന്ന് പറയാം. റേഡിയോ വേവ്സ് 0.1 മീറ്റർ തുടങ്ങി ഫ്യൂ കിലോമീറ്റേഴ്സ് വരെ. അപ്പൊ സ്വാഭാവികപരമായിട്ടും നമുക്ക് 0.1 മീറ്റർ, 10 സെന്റിമീറ്റർ, യെസ് എക്സാക്ട്ലി. സോ അതൊരു സൈസ് ഓഫ് എ ആപ്പിൾ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് നമുക്ക് മൈക്രോവേവ്സ് നമുക്ക്
ആൻസർ ആയിട്ട് കൺസിഡർ ചെയ്യാം. So we can go with the question number 10. In an AC circuit containing a pure resistor and an inductor in series, the phase lag between current and voltage is. സാധാരണ രൂപത്തിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് കറണ്ട് എക്സ് ആക്സിസിലോട്ട് എടുത്താൽ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ റെസിസ്റ്റർ എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ തന്നെ എന്നറിയാം, ദർ ഈസ് നോ ഫേസ് ലാഗ്. പക്ഷെ അതേസമയം പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടർ എന്ന് പറയുന്നത് നമ്മുടെ കറണ്ടുമായിട്ട് പരിഗണിക്കുമ്പോൾ 90 ഡിഗ്രി അഹെഡ് ആണെങ്കിൽ ഈ പൊട്ടൻഷ്യൽ അക്രോസ് ദ ഇൻഡക്ടറും റെസിസ്റ്ററിന്റെയും റെസിസ്റ്റൻസിന്റെയും പൊട്ടൻഷ്യലിന്റെ നെറ്റ് വാല്യൂ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു വി ആർ സ്ക്വയർ പ്ലസ് വി എൽ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ട് നമുക്ക് പറയാം അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ലീഡ് കറസ്പോണ്ടിങ് ടു ദ കറണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഇവിടെ ആൽവേസ് 0 എന്ന് പറയുന്നു, ആൽവേസ് 90 എന്ന് പറയുന്നു. അത് രണ്ടും നമുക്ക് പ്രായോഗികമായിട്ടുള്ള കോൺസെപ്റ്റേ അല്ല. പക്ഷെ ഇവിടെ പറയുന്ന ഫേസ് ലാഗ് കണ്ടൈൻ ദ ഫേസ് ലാഗ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ്. അപ്പൊ നമ്മൾ സാധാരണ രൂപത്തിൽ ഫൈ നമ്മൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ടാൻ ഫൈ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ടാൻ ഫൈ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് നമുക്ക് ഇവിടെ വരികയാണ്. So that is nothing but equal to Z division by adjacent side, opposite side by adjacent, that is R. The Z, the impedance division by R. So that is equal to root of R square plus XL square. That division by so here that is a C. ടാൻ ഫൈ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഓർത്തിരിക്കേണ്ട കാര്യം ടാൻ ഫൈ എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് മതി അല്ലെ. ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പൊട്ടൻഷ്യൽ അക്രോസ് എൽ ബൈ ആർ ആണ് എന്ന് പറയുമ്പോൾ നമുക്ക് എക്സ് എൽ ഡിവിഷൻ ബൈ നമുക്ക് റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ആ എക്സ് എൽ എന്ന് പറയുന്നത് ഒമേഗ എൽ ഡിവിഷൻ ബൈ ആർ ആണ്. സോ ഒമേഗ എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുമായിട്ട് ഡിപ്പെൻഡബിൾ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഫേസ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഡിപ്പെൻഡ് അപ്പോൺ ദ എ സി ഓഫ് ദ ഫ്രീക്വൻസി. സോ ദാറ്റ് ഈസ് ദ കറക്റ്റ് വൺ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. അപ്പൊ ഇവിടെ ടാൻ ഫൈ എടുക്കുമ്പോൾ ഓർത്തിരിക്കുക ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ വി എൽ ബൈ വി ആർ ആണ് എടുക്കേണ്ടതെന്നുള്ള കാര്യം ഓർക്കുക. സോ വി ഗെറ്റ് ദ ഫസ്റ്റ് ചോയ്സ് ആസ് ദി ആൻസർ. Kirchhoff's junction rule is a reflection of, നമുക്കറിയാം ഒരു ജംഗ്ഷൻ ബേസ് ചെയ്തിട്ട് the algebraism of the current meeting at a junction is equal to 0. The entering current should equal to leaving current. സ്വാഭാവികപരമായിട്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം I എന്ന് പറയുന്നത് dq by dt that is equal to 0. That means q എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. So that is conservation of charge. അപ്പൊ അവിടെ ജംഗ്ഷൻ റൂളിന് പകരം നമ്മുടെ ഒരു ലൂപ്പ് റൂൾ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവിടെ സിഗ്മ ഐ ഇൻറ്റു ആർ ആണ് 0 ആയിട്ട് വരിക. അതുകൊണ്ട് തന്നെ വർക്ക് എന്ന് പറയുന്നത് 0 കോൺസ്റ്റന്റ് എന്ന് നമുക്ക് പറയാം. കൈനറ്റിക് എനർജി അല്ലെങ്കിൽ എനർജിയാണ് അവിടെ കൺസേർവ്ഡ് ആണെന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കാം. The next question. If the carrier power of a 100% modulated AM wave is suppressed, the percentage of saving in power will be. സാധാരണ ഈ പെർസെൻറ്റേജ് ഓഫ് സേവിങ് പവർ എന്ന് പറയുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ദ പവർ ഓഫ് ദ കാരിയർ ഡിവിഷൻ ബൈ ദ ടോട്ടൽ പവർ ഓഫ് ദ ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് ഇൻറ്റു 100% എന്നർത്ഥം. ഈ ടോട്ടൽ പവർ എന്ന് പറയുന്നത് വി നോ ദ പവർ ഓഫ് ദ കാരിയർ ഇൻറ്റു 1 + m²/2 എന്നാണ് നമ്മൾ പറയുക. അപ്പൊ അവിടെ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കോൺസെപ്റ്റ് എന്താണ് ഈ എം എന്ന് പറയുന്ന കാര്യം. എം എന്ന് പറയുന്നത് മാഗ്നിഫിക്കേഷൻ ആണ്. ഇവിടെ പറയുന്നത് 100%. എം എന്ന് പറയുന്നത് മോഡുലേഷൻ ഫാക്ടർ എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ വിളിക്കുന്ന പേര് ഡിഗ്രി ഓഫ് മോഡുലേഷൻ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. സോ ആ ഡിഗ്രി ഓഫ് മോഡുലേഷൻ എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ മോഡുലേറ്റിംഗ് വേവ് ബൈ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കരിയർ വേവ് എന്നാണ് ഉദ്ദേശിക്കുക. ഇവിടെ അത് 100% എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എമ്മിന്റെ വാല്യൂ 1 എന്നാണ്. ഇത് പവർ ഓഫ് ദ കരിയർ വേവ് ആണ്. വി ക്യാൻ ക്യാൻസൽ ഈച്ച് അതർ. സോ 1/1 + 1/2 into 100%. So that is equal to 1/2 + 1, 3/2 into 100%. So 200/3%. So that is equal to 66.66%.
So C is the answer. സോ ഓർത്തിരിക്കുക. ഇനി ഈ പവറുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ഓർക്കുക, ഒരൊറ്റ പോയിന്റ് മാത്രം നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തിരിക്കുക. സി, നമ്മുടെ ഈ പവർ പവർ എന്ന് പറയുന്നത് റെസ്പെക്റ്റീവ് ആയിട്ടുള്ള വേവ് എടുക്കുക. ഇപ്പോൾ ഈ കാരിയർ വേവ് ആണെങ്കിൽ നമ്മൾ സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത് EC സൈൻ ഒമേഗ CT എന്നുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. അപ്പൊ പവർ ഓഫ് ദ കാരിയർ വേവ് എന്ന് പറയുന്നത് അവന്റെ RMS വാല്യൂ സ്ക്വയർ ബൈ റെസിസ്റ്റൻസ് എന്നാണ്. എന്ന് പറയുമ്പോൾ EC പീക്ക് വാല്യൂ ബൈ √2 ദ ഹോൾ സ്ക്വയർ ബൈ R, ഇങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. പക്ഷെ അവിടെ ആംപ്ലിറ്റ്യൂഡ് ടോട്ടൽ പവർ കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം ആംപ്ലിറ്റ്യൂഡ് മോഡുലേറ്റഡ് വേവ് എന്ന് പറയുമ്പോൾ EC സൈൻ ഒമേഗ CT പ്ലസ് EM ഇൻറ്റു EC ബൈ 2 കോസ് ഒമേഗ C മൈനസ് ഒമേഗ EM ഇൻറ്റു T മൈനസ് EM ഇൻറ്റു EC ബൈ 2 കോസ് ഒമേഗ C പ്ലസ് ഒമേഗ EM ഇൻറ്റു T. അപ്പോൾ അവിടെ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുകയാണ്. പവർ ഓഫ് ദ കരിയർ വേവ് പ്ലസ് പവർ ഓഫ് ദ ലോവർ സൈഡ് ബാൻഡ് പ്ലസ് പവർ ഓഫ് ദ അപ്പർ സൈഡ് ബാൻഡ്. ഇത് ഒരുമിച്ച് ചേരുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് PC ഇൻറ്റു 1 പ്ലസ് M സ്ക്വയർ ഡിവിഷൻ ബൈ 2 ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാം. സോ അത് സീരീസോടെ പഠിക്കാൻ വേണ്ടി ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. വൈറ്റ് എക്സ്റേസ് ആർ കോൾഡ് വൈറ്റ് ബിക്കോസ് സാധാരണ നമ്മുടെ വിസിബിൾ ലൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ലോട്ട് ഓഫ് വേവ് ലെങ്തുകൾ ഒരുമിച്ച് ചേരുന്നത് ആയതുകൊണ്ടാണ് അതിന് നമ്മൾ വൈറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. എ ലാർജ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ് ആർ ദെയർ. സോ ഇവിടെയും ആ ഒരു കോൺസെപ്റ്റിലാണ് ഇതിനെ വൈറ്റ് എന്ന് വിളിക്കുക. ദേ ഹാവ് കണ്ടിന്യൂസ് റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. And antenna uses electromagnetic wave for frequency 5 megahertz. For proper working, the size of the antenna should be നന്നായിട്ട് വർക്ക് ചെയ്യാൻ മിനിമം വേണ്ട കണ്ടീഷൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ആന്റിന എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന കരിയർ വേവിന്റെ വേവ് ലെങ്ത് 5/4 എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് നമുക്ക് സ്പീഡ് ഡിവിഷൻ ബൈ ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. So that is 3 into 10 to the power of 8 division by 4 into that 5 megahertz. So that is 10 to the power of 6 എന്ന് നമുക്ക് പറയാം. So that is equal to 3/20 into 100. So 20. So 5, that is equal to 15. That you get the answer as is equal to A as the choice as 15 meter. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ മാക്സിമം പെർഫെക്ഷൻ ആണെങ്കിൽ എല്ലിന്റെ വാല്യൂ ലാംഡയോളാകാം. സാധാരണ നമ്മൾ λ/4 ആണ് കൺസിഡർ ചെയ്യുന്നത്. The rectangular Cartesian components of gradient of phi. നമ്മൾ സാധാരണ പഠിക്കാറുണ്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? യെസ്. അതേപോലെ തന്നെ കൺസർവേറ്റീവ് ഫോഴ്സിന് നമുക്കറിയാം ഫോഴ്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ഗ്രേഡിയന്റ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കോൺസെപ്റ്റ് ഓർത്തിരിക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ സാധാരണ ഇപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ കമ്പോണന്റുകൾ നമ്മൾ എടുക്കുക എന്ന് പറയുമ്പോൾ അവന് ഒരു എക്സ് കമ്പോണന്റും വൈ കമ്പോണന്റും ഒരു സെറ്റ് കമ്പോണന്റും നമുക്കുണ്ടെന്നറിയാം. അതുകൊണ്ട് തന്നെ -dV/dxi പ്ലസ്, അല്ലെങ്കിൽ അതിന് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്നുള്ള സെൻസിൽ പറയുകയാണെങ്കിൽ ∂V/∂yj -∂V/∂z ദാറ്റ് മച്ച് k. അപ്പൊ ഗ്രേഡ് ഫൈ എന്ന് പറയുമ്പോൾ അതിന്റെ കാർട്ടീഷ്യൻ കമ്പോണൻസ് വരുമ്പോൾ ∂phi/∂x by y by z. So that is a very important one. So dear students, SS Physics Tips എന്ന് പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതോടൊപ്പം ലൈക്ക് ചെയ്യാനും. So take care. God bless you.